If you turn to Mark 3rd chapter, മർക്കോസ് 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചാൽ you will find that when the Lord Jesus chose his disciples, കർത്താവായ യേശു തന്റെ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തുമ്പോൾ he had a very definite purpose. യേശുവിന് ഒരു പ്രത്യേക ഉദ്ദേശ്യമുണ്ടായിരുന്നു. What was that purpose? ആ ഉദ്ദേശ്യം എന്തായിരുന്നു? 3rd chapter of Mark and the 14th verse. മർക്കോസ് 3:14. He ordained 12 that they should be with him, അവൻ തന്നോടുകൂടെ ഇരിപ്പാൻ 12 നിയമിച്ചു. and that he might send them forth to preach. അവൻ അവരെ പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും And to have power to heal sicknesses and to cast out devils. രോഗങ്ങളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ശക്തി ലഭിക്കേണ്ടതിന്. Just look at this. ഇത് നോക്കൂ. He wanted first that communion, being with Jesus. യേശുവോട് കൂടെയുള്ള കൂട്ടായ്മയാണ് അവൻ ആദ്യം ആഗ്രഹിച്ചത്. Today, ഇന്ന് people are with the television, ആളുകൾ ടെലിവിഷന്റെ കൂടെയാണ്, or they are busy thinking of their money, അല്ലെങ്കിൽ അവരുടെ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അവർ തിരക്കിലാണ്. or I notice on Sunday even they want friends to come or go. They will go for dinners. ഞായറാഴ്ചകളിൽ പോലും സുഹൃത്തുക്കൾ വിരുന്നിന് വരികയും പോകുകയും ചെയ്യുന്നത് ഞാൻ കണ്ടെത്തി. In other words, മറ്റു വിധത്തിൽ പറഞ്ഞാൽ they don't want to be with Jesus. അവർ യേശുവിനോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. They want to finish the morning service as quickly as possible. എത്രയും വേഗം അവർ രാവിലത്തെ ആരാധന തീർത്തിട്ട് And then go away either to the cinema or cricket match or something. സിനിമയ്ക്കോ ക്രിക്കറ്റ് മാച്ചിനോ മറ്റു എന്തെങ്കിലും കാര്യത്തിനോ പോകുന്നു. I see that this plague, this worldliness is attacking even my own grandchildren. ലൗകികത്വം എന്ന ബാധ എൻ്റെ പേരക്കുട്ടികളെയും ആക്രമിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. See, it is like a poison which is coming into our family. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കയറി വരുന്ന ഒരു വിഷം പോലെയാണത്. When your children see you with Jesus, നിങ്ങൾ യേശുവിനോടൊപ്പം ഇരിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ കാണുമ്പോൾ it should do something in their hearts. അത് അവരുടെ ഹൃദയത്തിൽ ഒരു ചലനം കൊണ്ടുവരണം. Father is speaking to the Lord, എൻ്റെ പിതാവ് കർത്താവിനോട് സംസാരിക്കുന്നു. and the Lord is speaking to my father. കർത്താവ് എൻ്റെ പിതാവിനോട് സംസാരിക്കുന്നു. Now, somehow we have got watered down. എങ്ങനെയോ നാം ഇപ്പോൾ വീര്യം കുറഞ്ഞവരായി തീർന്നിരിക്കുകയാണ്. We have become shallow. നാം പൊള്ളയായവരായി തീർന്നിരിക്കുകയാണ്. Going to meeting, coming back from meetings, യോഗങ്ങൾക്ക് പോകുന്നു, തിരികെ വരുന്നു, and getting so busy with so many other things. പിന്നെ അനേക കാര്യങ്ങളിൽ വളരെയധികം തിരക്കിലായി പോകുന്നു. We tell the Lord Jesus, no time. We have no time to sit at your feet. കർത്താവായ യേശുവിനോട് സമയമില്ല എന്ന് നാം പറയുന്നു. അങ്ങയുടെ പാദത്തിങ്കൽ ഇരിക്കുവാൻ ഞങ്ങൾക്ക് We have സമയമില്ല. time to sit in the restaurant. റെസ്റ്റോറന്റിൽ ഇരിക്കുവാൻ ഞങ്ങൾക്ക് സമയമുണ്ട്.
We have time to sit before the television. ടെലിവിഷന്റെ മുന്നിൽ ഇരിക്കുവാൻ ഞങ്ങൾക്ക് സമയമുണ്ട്. We have time to sit with friends. സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുവാൻ ഞങ്ങൾക്ക് സമയമുണ്ട്. But we don't have time for the living God. എന്നാൽ ജീവനുള്ള ദൈവത്തിന് നൽകുവാൻ ഞങ്ങൾക്ക് സമയമില്ല. Suppose God says to you now, ഇപ്പോൾ ദൈവം നിങ്ങളോട് ഇങ്ങനെ പറയുന്നു എന്ന് കരുതുക. your time is finished, come. നിന്റെ സമയം കഴിഞ്ഞുപോയി, വരൂ. Your time is really in God's hands. നിങ്ങളുടെ കാലഗതികൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്. King David said, ദാവീദ് രാജാവ് പറഞ്ഞു, my times are in your hands. എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. So, അതിനാൽ when we are so busy that we say to God, we have no time. നാം വളരെ തിരക്കിലായി ദൈവത്തോട് ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ, We have no time to seek your face. അവിടുത്തെ മുഖം അന്വേഷിക്കുവാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന്. See, some of you have confessed your sins. നിങ്ങളിൽ ചിലർ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞിരിക്കുന്നു. The Bible teaches വേദപുസ്തകം പഠിപ്പിക്കുന്നത് that the Spirit witnesseth with our spirit. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു That we are the sons of God. നാം ദൈവത്തിന്റെ പുത്രന്മാർ എന്ന്. That's the witness of the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം. It is not a feeling. അതൊരു തോന്നലല്ല. You know, sometimes when you look at good food, you feel very happy. നല്ല ആഹാരം കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. When you buy some nice looking clothes, കാണാൻ ഭംഗിയുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ വാങ്ങുമ്പോൾ you feel a little happy. നിങ്ങൾക്ക് അല്പം സന്തോഷം തോന്നും. And when you are a sports person, നിങ്ങൾ ഒരു കായിക വ്യക്തി ആയിരിക്കുമ്പോൾ and you hit a boundary and can make a good score, ബൗണ്ടറി അടിച്ച് ഒരു മികച്ച സ്കോർ നിങ്ങൾ നേടുമ്പോൾ you feel a little excited. നിങ്ങൾക്ക് അല്പം ആവേശം തോന്നുന്നു. But എന്നാൽ all that is feeling. അതൊക്കെ ഒരു വികാരം മാത്രമാണ്. One moment the feelings are up, the next moment the feelings are down. ഒരു നിമിഷം വികാരം വർദ്ധിക്കുകയും അടുത്ത നിമിഷം വികാരങ്ങൾ കുറയുകയും ചെയ്യുന്നു. So, അതിനാൽ God's work in your heart is not dependent on feeling. നിങ്ങളുടെ ഹൃദയത്തിലെ ദൈവത്തിന്റെ പ്രവർത്തനം വികാരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതല്ല. You know, the word of God comes to you. നിങ്ങൾക്കറിയാമോ, ദൈവവചനം നിങ്ങളിലേക്ക് വരുന്നു. When God tells you ദൈവം നിങ്ങളോട് പറയുമ്പോൾ your sins are forgiven, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്, I have received you, ഞാൻ നിന്നെ കൈക്കൊണ്ടിരിക്കുന്നുവെന്ന്, that is an assurance from God's word. അത് ദൈവവചനത്തിൽ നിന്നുള്ള ഉറപ്പാണ്. If there is an 8-point Earth Richter earthquake, ഒരു 8 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പം ഉണ്ടായെങ്കിൽ some of you people sitting near that wall, you will fall into the gully. ചുമരിന്റെ അടുക്കൽ ഇരിക്കുന്ന നിങ്ങളിൽ ചിലർ അപ്പുറത്തെ ഇടുങ്ങിയ പാതയിലേക്ക് വീഴും. These walls will fall on us. ഈ ഭിത്തികൾ നമ്മുടെ മീതെ വീഴും. There will be nothing here. ഇവിടെ ഒന്നും ഉണ്ടാകില്ല. My dear friend, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, but God says, എന്നാൽ ദൈവം പറയുന്നു, heaven and earth may pass away, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, but my word will not pass away. എന്നാൽ എന്റെ വചനമോ ഒഴിഞ്ഞു പോകില്ല. So the word of God comes to you. അതിനാൽ ദൈവവചനം നിങ്ങൾക്ക് വരുന്നു.
there was a man who was a great drunkard. ഒരു വലിയ മദ്യപാനിയായ ഒരുവൻ ഉണ്ടായിരുന്നു. And he was also a leader in the church. അദ്ദേഹം സഭയിലെ നേതാവുമായിരുന്നു. But എന്നാൽ that day when my father prayed for him at the meetings, യോഗങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ പിതാവ് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ my father said, "You go home and pray. God will speak to you." എൻ്റെ പിതാവ് പറഞ്ഞു, നീ വീട്ടിൽ പോയി പ്രാർത്ഥിക്ക, ദൈവം നിന്നോട് സംസാരിക്കുമെന്ന്. And this man grew up amongst tobacco growing people. ഈ വ്യക്തി പുകയിലെ വളർത്തുന്ന ആളുകളുടെ ഇടയിൽ വളർന്നവനായിരുന്നു. And his Hindu mother അദ്ദേഹത്തിന്റെ ഹൈന്ദവ മാതാവ് taught him how to smoke when he was a little boy. അവൻ ഒരു കൊച്ചു ബാലനായിരിക്കുമ്പോൾ തന്നെ അവനെ പുകവലിക്കുവാൻ പഠിപ്പിച്ചിരുന്നു. So he took some strong tobacco. അതിനാൽ അദ്ദേഹം കുറച്ച് ശക്തമായ പുകയില He എടുത്തുകൊണ്ട് made a nice cigar ഒരു നല്ല ചുരുട്ട് ഉണ്ടാക്കി. and he said, "I am going to seek God. ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. If I feel sleepy, എനിക്ക് ഉറക്കം വരികയാണെങ്കിൽ then I will take this cigar ഞാൻ ആ ചുരുട്ട് വലിക്കും. and then I will wake up. അപ്പോൾ ഞാൻ ഉണരും. Then I will seek God." വീണ്ടും ഞാൻ ദൈവത്തെ അന്വേഷിക്കും. That's all his understanding. അത്രയായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചറിവ്. But എന്നാൽ God spoke to him that night. ദൈവം അന്ന് രാത്രി അദ്ദേഹത്തോട് സംസാരിച്ചു. And God showed him that he was taking away the filthy തന്റെ garment. മലിനമായ വസ്ത്രങ്ങളെ എടുത്തു മാറ്റുകയാണെന്ന് ദൈവം അദ്ദേഹത്തെ കാണിച്ചു. And God showed him in a vision that he was anointing him. ദൈവം അദ്ദേഹത്തിന് അഭിഷേകം നൽകുമെന്ന് ഒരു ദർശനം നൽകി. And this man could not read for many years. His eyes were so bad. ഈ വ്യക്തിയുടെ കണ്ണുകൾ വളരെ മോശമായിരുന്നതിനാൽ അനേക വർഷങ്ങൾ തനിക്ക് വായിക്കുവാൻ സാധിച്ചില്ലായിരുന്നു. The next morning, അടുത്ത പ്രഭാതത്തിൽ he said, "What happened to me last night? Is it true? കഴിഞ്ഞ രാത്രി എനിക്ക് എന്താണ് സംഭവിച്ചത്? അത് നേരാണോ എന്ന് അദ്ദേഹം സംശയിച്ചു. Will God speak to me through his word?" ദൈവം തന്റെ വചനത്തിൽ കൂടി എന്നോട് സംസാരിക്കുമോ? Then he took his Bible. പിന്നെ അദ്ദേഹം തന്റെ ബൈബിൾ എടുത്തു. God gave him Mark 2:5. ദൈവം തന്നോട് മർക്കോസ് 2:5 കൂടി സംസാരിച്ചിരുന്നു. "Son, your sins be forgiven you." മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. He became a mighty man ആ ഭാഗങ്ങളിൽ in those parts. അദ്ദേഹം ഒരു ശക്തനായ മനുഷ്യനായി മാറി. And he would be so much in prayer, casting out evil spirits. ഭൂതങ്ങളെ പുറത്താക്കുന്നതിൽ അദ്ദേഹം വളരെയേറെ ഉപയോഗിക്കപ്പെട്ടു. So when Jesus chose his disciples, യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ he said, "I want you to be with me." നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. You see, I was a cricket player. ശ്രദ്ധിക്കൂ, ഞാൻ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. So the matches used to go on for some days. മാച്ചുകൾ കുറച്ച് ദിവസങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. 5-6 hours every day. ഓരോ ദിവസവും 5-6 മണിക്കൂറുകൾ. All right, I gave my time gladly to the game. ശരി, ഞാൻ എൻ്റെ സമയം വളരെ സന്തോഷത്തോടു കൂടി ക്രിക്കറ്റിന് നൽകി. When Jesus touched me, യേശു എന്നെ സ്പർശിച്ചപ്പോൾ I began to give my time to Jesus. എൻ്റെ സമയം ഞാൻ യേശുവിന് നൽകാൻ ആരംഭിച്ചു. I would go alone and pray. ഞാൻ തനിയെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. The presence of Jesus became very sweet to me.
യേശുവിന്റെ സാന്നിധ്യം എനിക്ക് വളരെ മധുരമായി തീർന്നു. Today, ഇന്ന് even preachers have no time for prayer. പ്രാസംഗികർക്ക് പോലും പ്രാർത്ഥിക്കുവാൻ സമയമില്ല. And if you say prayer, പ്രാർത്ഥന എന്ന് നിങ്ങൾ പറയുമ്പോൾ people have some favorite phrases and they just repeat the same old prayers. ആളുകൾക്ക് പ്രിയപ്പെട്ട ചില പദങ്ങളുണ്ട്. അവർ ആ പഴയ പ്രാർത്ഥനകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. Does your little child come to you and begin to say some sloka to you? നിങ്ങളുടെ കൊച്ചുകുട്ടി നിങ്ങളുടെ അടുക്കൽ വന്ന് എന്തെങ്കിലും ശ്ലോകം പറയുന്നുണ്ടോ? No. ഇല്ല. What does your son, little boy, do? നിങ്ങളുടെ മകൻ എന്താണ് ചെയ്യുന്നത്? Papa, hear me. പപ്പ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. Listen to me. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. I am hungry. എനിക്ക് വിശക്കുന്നു. Wow, how does your little child talk to you? നിങ്ങളുടെ കൊച്ചുകുട്ടി നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? By some wonderful poem or sloka? ഒരു മനോഹരമായ കവിതയിൽ കൂടിയോ ശ്ലോകത്തിൽ കൂടിയോ ആണോ? No. ഇല്ല. Father, father, mother, mother. അപ്പ, അപ്പ, അമ്മ, അമ്മ. Look at the people worshipping all kinds of animals. എല്ലാത്തരം മൃഗങ്ങളെയും ആരാധിക്കുന്ന ആളുകളെ നോക്കൂ. They will kiss even the tail of a cow. ഒരു പശുവിന്റെ വാൽ പോലും അവർ ചുംബിക്കും. Hear me, open their eyes. എന്റെ അപേക്ഷ കേൾക്കണമേ, അവരുടെ കണ്ണുകൾ തുറക്കണമേ. We have no prayer. നമുക്ക് പ്രാർത്ഥന ഇല്ല. We don't seek God's glory. ദൈവത്തിന്റെ മഹിമ നാം അന്വേഷിക്കുന്നില്ല. Oh, we like a nice club. നമുക്ക് നല്ല ക്ലബ്ബ് ഉണ്ട്. A games club. കളിയുടെ ക്ലബ്ബ്. Church is a games club. പള്ളിയും ഒരു കളി ക്ലബ്ബാണ്. You know, like you have your clubs for cards and table tennis and so on. ചീട്ട് കളിക്കാനും ടേബിൾ ടെന്നീസ് കളിക്കാനും ഒക്കെ നിങ്ങൾക്ക് ക്ലബ്ബുകൾ ഉള്ളതുപോലെ Our club, the church has become a club. നമ്മുടെ പള്ളികൾ ഒരു ക്ലബ്ബായി തീർന്നിരിക്കുകയാണ്. See, I am important. ഞാനാണ് അതിപ്രധാനമായവൻ. I am the champion here. ഞാൻ ഇവിടത്തെ ചാമ്പ്യനാണ്. I am the president of the club. ഞാൻ ക്ലബിന്റെ പ്രസിഡന്റ് ആണ്. Oh, how sad. ഓ, എത്ര ദുഃഖകരം. Jesus is not there. യേശു അവിടെ ഇല്ല. Only your importance and your convenience. നിങ്ങളുടെ പ്രാധാന്യതയും നിങ്ങളുടെ സൗകര്യവും മാത്രമേയുള്ളൂ. No, 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 no. Fellowship is not like that. ഇല്ല ഇല്ല, കൂട്ടായ്മ അങ്ങനെയല്ല. We are here to be with Christ. ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാനായിട്ടാണ് നാം ഇവിടെ ഉള്ളത്. We are not here for big show and big grandeur. ഒരു വലിയ പ്രദർശനത്തിനോ പ്രതാപത്തിനോ അല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്. Look again at the 14th verse, Mark 3:14. വീണ്ടും മർക്കോസ് 3:14 വാക്യം നോക്കാം. And that he might send them forth to preach. അവൻ അവരെ പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും. See how many people have come to Pune. 1,000 kilometers, 1,500 kilometers. 1500 കിലോമീറ്റർ ദൂരെയുള്ള പൂനെയിൽ എത്ര ആളുകളാണ് Why വന്നിരിക്കുന്നതെന്ന് did they നോക്കൂ. come? അവർ എന്തിനാണ് വന്നത്? They came for jobs. ഉദ്യോഗത്തിനായി അവർ വന്നിരിക്കുന്നു. In other words, മറ്റു വിധത്തിൽ പറഞ്ഞാൽ for their sustenance, for their maintenance, for their money, they came to Pune.
അവരുടെ ഉപജീവന മാർഗത്തിനും നിലനിർത്തലിനും അവരുടെ പണം നിലനിർത്തുവാൻ അവർ പൂനെയിൽ വന്നു. When I started preaching in America, ഞാൻ അമേരിക്കയിൽ പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ one of my relatives said to me, എൻ്റെ ചാർച്ചക്കാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, "Hey, ഹേയ്, if you preach like this, നീ ഇങ്ങനെ പ്രസംഗിച്ചാൽ who will give you any money? നിനക്ക് പണം ആർ നൽകും? These Indian preachers are coming here to America ഭാരതത്തിലെ പ്രസംഗകർ ഇവിടെ അമേരിക്കയ്ക്ക് വരുന്നു. and they collect so much money, അവർ ധാരാളം പണം ശേഖരിക്കുന്നു. but you are preaching in this straight manner. എന്നാൽ നീയോ ഈ നേരായ രീതിയിൽ പ്രസംഗിക്കുന്നു. Who will give you any money? നിനക്ക് പണം ആരെങ്കിലും തരുമോ? So, my dear friends, അതിനാൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, I would not have money even for the bus fare or my travel, ബസിന്റെ യാത്രാകൂലിക്കുള്ള പണം പോലും എൻ്റെ കയ്യിൽ ഉണ്ടാകില്ല. because I would not ask anybody for money. കാരണം ഞാൻ ആരോടും പണം ചോദിക്കില്ലായിരുന്നു. Have I the authority to change the word of God? ദൈവവചനത്തെ മാറ്റുവാനുള്ള അധികാരം എനിക്ക് ഉണ്ടോ? No. ഇല്ല. But today, എന്നാൽ ഇന്ന് that beggarly mind is still in our boys and girls. ആൺകുട്ടികളും പെൺകുട്ടികളുമായ നിങ്ങളിൽ യാചക മനസ്സുണ്ട്. If you ask them, what is your salary? നിങ്ങളുടെ ശമ്പളം എന്താണെന്ന് നിങ്ങൾ അവരോട് ചോദിച്ചാൽ They say 10,000, 30,000, 10,000, 30,000 എന്ന് അവർ പറയും. 56,000 56,000 per month. മാസം തോറും. Now, how much of it are you using for God? അതിൽ എത്രയാണ് നിങ്ങൾ ദൈവത്തിനായി ഉപയോഗിക്കുന്നത്? No, my hands are stuck with gum. ഇല്ല ഇല്ല, എൻ്റെ കരങ്ങൾ പശയാൽ ഒട്ടിപ്പോയിരിക്കുന്നു. So, if I want to give to God, അതിനാൽ ഞാൻ ദൈവത്തിന് കൊടുക്കണമെങ്കിൽ small change my hands can pick up. എൻ്റെ കരങ്ങൾക്ക് ചില്ലറ മാത്രമേ പറക്കാൻ കഴിയുന്നുള്ളൂ. 5 rupees, 5 രൂപ, 2 rupees. 2 രൂപ. But എന്നാൽ my hands are stuck. There's something wrong. Arthritis. എൻ്റെ കരങ്ങൾ ഒട്ടിപ്പോയി, എന്തോ കുഴപ്പമുണ്ട്, സന്ധിവാതം. I can't give to God. എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. My dear friends, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, we have got beggars in this fellowship. ഈ കൂട്ടായ്മയിൽ നമുക്ക് യാചകരുണ്ട്. What did Jesus choose his disciples? എന്തിനാണ് യേശു തനിക്ക് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്? That he may send them forth. അവരെ അയക്കുവാനായി. Are you going forth? നിങ്ങൾ പുറപ്പെടുകയാണോ? Is anybody in your family going forth? നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പുറപ്പെടുന്നുണ്ടോ? Or are we becoming a comfortable club? അതോ നാം ഒരു സുഖപ്രദമായ ക്ലബായി മാറുകയാണോ? Now the Lord Jesus Christ did not gather a club. കർത്താവായ യേശു ക്രിസ്തു ഒരു ക്ലബ്ബ് സമാഹരിച്ചില്ല. The Lord Jesus Christ prepared these disciples to go out with the word of God. ദൈവവചനവുമായി പുറപ്പെടാനായി കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഒരുക്കി. Now we are sadly lacking. We are falling behind in this standard. ദുഃഖകരമായി നാം പിന്നിൽ പതുങ്ങിയിരിക്കുകയാണ്.
I find that our standards have come down. നമ്മുടെ ഗുണനിലവാരം കുറഞ്ഞു എന്ന് ഞാൻ കാണുന്നു. Now there is only one standard. ഒരു ഗുണനിലവാരം മാത്രമേയുള്ളൂ. I have a standard. എനിക്കൊരു ഗുണനിലവാരമുണ്ട്. What is that standard? ആ ഗുണനിലവാരം എന്താണ്? Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തു. That's all the standard. അത് മാത്രമേയുള്ളൂ ഗുണനിലവാരം. Am I like Jesus? ഞാൻ യേശുവിനെ പോലെയാണോ? That's all I care. അത്ര മാത്രമേയുള്ളൂ എന്നാലാകുന്നത്. My dear friend, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, we are failing in faith. വിശ്വാസത്തിൽ നാം പരാജയപ്പെടുകയാണ്. It is so sad. അത് വളരെ ദുഃഖകരമാണ്. People have exercised so much faith in the fellowship. ആളുകൾ കൂട്ടായ്മയിൽ വളരെ അധികം വിശ്വാസം അർപ്പിച്ചിരുന്നു. So God wants his disciples അതിനാൽ ദൈവം തന്റെ ശിഷ്യന്മാർ ഇങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു. to have faith, വിശ്വാസമുള്ളവരായി, to have his promises, തന്റെ വാഗ്ദാനങ്ങൾ പ്രാപിച്ചവരും, and above everything എല്ലാത്തിലും ഉപരിയായി to hallow his holy name. അവന്റെ വിശുദ്ധ നാമത്തെ വിശുദ്ധീകരിക്കാനായി. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us tell God, നമുക്ക് ദൈവത്തോട് പറയാം, oh God, ഓ ദൈവമേ, I deserve to be dismissed. എന്നെ പിരിച്ചുവിടുവാൻ ഞാൻ യോഗ്യനാണ്. Oh loving Father, ഓ സ്നേഹമുള്ള പിതാവേ, how greatly we are bringing shame to your name and failing to show you to this country. അങ്ങയുടെ നാമത്തിന് എത്ര വലിയ ലജ്ജയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഈ രാഷ്ട്രത്തിൽ അങ്ങയെ പ്രദർശിപ്പിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുന്നു. Forgive us, Lord. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. Let these dear people be those that lift others, deliver others. ഈ പ്രിയപ്പെട്ടവർ മറ്റവരെ ഉയർത്തുന്നവരും വിടുവിക്കുന്നവരുമായി തീരട്ടെ. The devil of alcohol may flee from their friends. ഈ സുഹൃത്തുക്കളിൽ നിന്നും മദ്യപാനത്തിന്റെ പിശാച് ഓടിപ്പോകട്ടെ. The devil of alcohol may flee from their families. മദ്യപാനത്തിന്റെ പിശാച് അവരുടെ കുടുംബങ്ങളിൽ നിന്നും Oh ഓടിപ്പോകട്ടെ. Lord, ഓ കർത്താവേ, you gave power over all the power of the enemy. എല്ലാ ശത്രുവിന്റെ അധികാരത്തിൽ നിന്നും അവിടുന്ന് അധികാരം തന്നല്ലോ. Let not people remain in their blindness. ആളുകൾ തങ്ങളുടെ അന്ധതയിൽ തുടരാതിരിക്കട്ടെ. Hear our prayer. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. We ask in Jesus' holy name. യേശുവിൻ വിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. Amen. ആമേൻ.